നമസ്കാരം. മുനമ്പത്തിന്റെ യഥാർത്ഥ ചരിത്രവുമായി ബന്ധപ്പെട്ട് എൻ്റെ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി കിട്ടത്തില്ല, കാര്യങ്ങൾ യഥാവിധി മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അത്തരം ഒരു അഭ്യർത്ഥന നടത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2-3 വർഷങ്ങളായി ഇവിടെ എല്ലാവരും മുനമ്പം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പരിഹാരങ്ങൾ തേടുന്നു, മറ്റു പലതും ചെയ്യുന്നു. കോൺഗ്രസ് പറയുന്നു 10 മിനിറ്റിനകം ശരിയാക്കാം, സർക്കാർ പറയുന്നു രാമേന്ദ്രൻ കമ്മീഷൻ ശരിയാക്കും, BJP പറയുന്നു നിയമപരമായി അവർ അത് ശരിയാക്കും. അങ്ങനെ പല വിധത്തിലും ഉള്ള ക്ലെയിംസ് നടക്കുന്നുണ്ട്. എങ്കിലും എൻ്റെ വളരെ പ്രാധാന്യമുള്ള ഈ വീഡിയോകളിലെ ഡിക്ലറേഷൻ വേണ്ട രീതിയിൽ നമ്മുടെ ജനങ്ങൾ ഏറ്റെടുക്കുകയോ അതിൽ കൂടി സംസ്ഥാന സർക്കാരിനെതിരെ ഒരു ജനകീയ സമ്മർദ്ദം ഉണ്ടാക്കാൻ ശ്രമിക്കുകയോ ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. കഴിഞ്ഞ വീഡിയോ ഇതിനകം 7000 പേർ മാത്രമേ കണ്ടിട്ടുള്ളൂ. എത്ര പേർ കാണുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ട് എനിക്ക് വലിയ വ്യാകുലതയൊന്നും ഇല്ല. കണ്ടാലും ഇല്ലെങ്കിലും ഈ വീഡിയോകളിലൂടെ ഞാൻ നടത്തുന്ന ഈ ഡിക്ലറേഷൻസ് തീർച്ചയായിട്ടും ഈ യൂട്യൂബിൽ തന്നെ നിലനിൽക്കുകയും അത് ഒരു നാൾ, ഇന്നല്ലെങ്കിൽ നാളെ ചരിത്രപരമായി മാറും എന്നും എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നാം തൃപ്പടിദാനം മുതൽ 1865 വിളംബരം, ഈ കച്ചി മേമൻ സേട്ടുമാരുടെ ആലപ്പുഴയിലേക്കുള്ള വരവ്, എങ്ങനെയാണ് സത്താർ സേട്ടുവിന് ഈ മുനമ്പത്തെ വസ്തു പണ്ടാരവക വെറും പാട്ടമായി കിട്ടിയത്, തുടർന്ന് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, ആമിന എന്ന കുട്ടി എങ്ങനെയാണ് അനാഥയായി മാറിയത്, അതിനുശേഷം കോടതിയിലൂടെ അവരുടെ ലീഗൽ ഗാർഡിയൻസ് ആരൊക്കെയായിരുന്നു, ഈ സിദ്ദിഖ് സേട്ടുവിന് മുനമ്പത്ത് ഒരു പിടി മണ്ണ് പോലും സ്വന്തമായി ഉണ്ടായിരുന്നില്ല, വഖഫ് ഉണ്ടാക്കാനായി സ്വന്തമായി ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം, ഇതൊക്കെ നാം പരിഗണിച്ചു. ഇനി അതിനുശേഷം എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കാം. ഗുജറാത്തിലെ കച്ചിൽ നിന്നും ആലപ്പുഴയിലേക്ക് വ്യാപാര ആവശ്യത്തിനായി കുടിയേറിയ കച്ചി മേമന്മാർക്കിടയിൽ വളരെ അടുത്ത ഒരു കൂട്ടായ്മയാണ് ഉണ്ടായിരുന്നത്. അതിൽ പ്രമുഖനായ ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ കഥാനായകനായ സിദ്ദിഖ് സേട്ടു. അദ്ദേഹത്തിന് ഈ സത്താർ സേട്ടുവിന്റെ കുടുംബത്തിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് എവിടെയൊക്കെയായിരുന്നു പാട്ടവസ്തുക്കൾ ഉണ്ടായിരുന്നത്, അദ്ദേഹത്തിന് എവിടെയൊക്കെയായിരുന്നു സ്വന്തമായ വസ്തുക്കൾ ഉണ്ടായിരുന്നത്, അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ അംഗങ്ങൾ ആരെല്ലാം, അവർക്ക് എന്ത് സംഭവിച്ചു, ആമിന എങ്ങനെയാണ് അനാഥയായത്, അവളുടെ ലീഗൽ ഗാർഡിയൻഷിപ്പുമായി ബന്ധപ്പെട്ട കേസ് ഏതായിരുന്നു, ആരെയായിരുന്നു അവളുടെ ലീഗൽ ഗാർഡിയനായി കോടതി നിയമിച്ചിരുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ധാരണ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു സിദ്ദിഖ് സേട്ടു. അദ്ദേഹത്തിന് മറ്റൊരു കാര്യത്തെക്കുറിച്ച് കൂടി വളരെ വലിയ ഒരു ധാരണ ഉണ്ടായിരുന്നു. അതായത് 1947 ആഗസ്റ്റ് മാസം 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയാണ്. അന്നേ ദിവസം പ്രാബല്യത്തിൽ വരത്തക്ക രീതിയിൽ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടും നിലവിൽ വരുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ പാട്ടവ്യവസ്ഥയിൽ സർക്കാർ വക വസ്തുക്കൾ കൈവശം വെച്ചിരിക്കുന്ന ആൾക്കാരുടെ വസ്തുവകകൾ പാട്ടം എന്നുള്ളതിൽ നിന്നും മാറി വീണ്ടും തിരികെ സർക്കാർ വക വസ്തുവായി മാറും. അതിനാൽ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പേ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. സത്താർ സേട്ടുവിന് പണ്ടാരവക വെറും പാട്ടമായി മുനമ്പത്ത് മാത്രമല്ല വസ്തുക്കൾ ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന് അതുപോലെ ചേർത്തലയിലും അങ്കമാലിയിലും കുന്നത്തുനാട്ടിലും ഒക്കെ ഇത്തരത്തിൽ പാട്ടവസ്തുക്കൾ ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ നാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അനാഥമായി കിടക്കുകയാണ് ഉണ്ടായിരുന്നത്. കാരണം സത്താർ സേട്ടു മരിച്ചു, കരീം സേട്ടു മരിച്ചു, അദ്ദേഹത്തിന്റെ മകൻ മൂസ സേട്ടുവും മരിച്ചു. മൂസ സേട്ടുവിന്റെ ഏക മകൾ ആമിന മൈനറും ആയിരുന്നു. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ഇന്നത്തെ തലമുറയ്ക്ക് തികച്ചും അവിശ്വസനീയമായി തോന്നിയാൽ അവരെ കുറ്റം പറയാൻ ഒരു കാരണവശാലും സാധിക്കുന്നതല്ല. കാരണം ഈ സംഭവം നടക്കുന്നത് ഏകദേശം 75 വർഷങ്ങൾക്ക് മുൻപാണ്. അപ്പോൾ ഇന്ന് ഒരു 85 വയസ്സെങ്കിലും ഉള്ള ഒരാൾക്ക് മാത്രമേ അന്നത്തെ സാമൂഹിക ജീവിതത്തിനെ കുറിച്ചിട്ട് ചെറുതായിട്ടെങ്കിലും ഒരു ധാരണ ഉണ്ടാവുകയുള്ളൂ. എനിക്കിപ്പോൾ 60 വയസ്സായി. എൻ്റെ കുട്ടിക്കാലം ഞാൻ ഓർക്കുകയാണെങ്കിൽ
അന്ന് മിക്കവാറും എല്ലാ വീടുകളും ഓലമേഞ്ഞ വളരെ ചെറിയ വീടുകൾ ആയിരുന്നു. അതുപോലെ തന്നെയാണ് ഒരു വീട് കഴിഞ്ഞാൽ വളരെ ദൂരം കഴിഞ്ഞിട്ടായിരിക്കും മറ്റൊരു വീട് ഉണ്ടായിരിക്കുക. അങ്ങനെയുള്ള ഒരു ഇരുണ്ട ഭൂതകാലമായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അന്നത്തെ കാലത്ത് ഒരു സബ് രജിസ്ട്രാർ എന്നൊക്കെ പറയുന്നത് ആ നാട്ടിലെ കിരീടം വയ്ക്കാത്ത രാജാവായിരുന്നു. അദ്ദേഹവും ഇതുപോലെയൊക്കെ ഉള്ള സമ്പന്നരായ വ്യക്തികളും ചേർന്ന് എന്തെങ്കിലും ഗൂഢാലോചന നടത്തുകയാണ് എങ്കിൽ അവർക്ക് ഏതു രീതിയിലുള്ള പ്രമാണങ്ങളും എഴുതാൻ സാധിക്കുമായിരുന്നു, രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുമായിരുന്നു. അതിന്റെ വിവരങ്ങളൊന്നും തന്നെ നാട്ടുകാർ അറിയുകയും ഇല്ലായിരുന്നു. കൂടാതെ തന്നെ അന്ന് കടൽ പോലെ വസ്തുക്കൾ ഉടമസ്ഥർ ഇല്ലാതെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടം കൂടി ആയിരുന്നു അത്. അതിനാൽ നിങ്ങളേവരും ആ ഒരു കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് വേണം ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രമിക്കേണ്ടത്. അന്നത്തെ ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസർ ഒരു അരുണാചലം പിള്ളയായിരുന്നു. അങ്ങനെ സിദ്ദിഖ് സേട്ടുവും അരുണാചലം പിള്ളയും ചേർന്ന് ഒരു ഗൂഢാലോചന നടത്തുന്നു. എങ്ങനെ ഈ വസ്തുക്കളൊക്കെ സർക്കാർ കൊണ്ടുപോകുന്നതിന് മുമ്പായി അടിച്ചു മാറ്റാം എന്നുള്ളതായിരുന്നു അവരുടെ മുന്നിലുണ്ടായിരുന്ന വിഷയം. അന്നത്തെ വർഷം 1947 നമ്മുടെ ആമിനയ്ക്ക് 8-9 വയസ്സ് മാത്രം പ്രായമുള്ള സമയം. അവരുടെ നിയമപരമായ ലീഗൽ ഗാർഡിയൻ ജേക്കബ് സേട്ടു ആയിരുന്നു. അപ്പോ ഇവർ ഒരു ഗൂഢാലോചന നടത്തിയതിനു ശേഷം ഈ സിദ്ദിഖ് സേട്ടുവിനെ ഒരു ഭാഗപത്രത്തിലൂടെ ഈ ആമിനയുടെ ലീഗൽ ഗാർഡിയനായി അവതരിപ്പിക്കാനാണ് ആദ്യമായി പദ്ധതി ഇടുന്നത്. അതിനുശേഷം ഈ മുനമ്പത്തും ചേർത്തലയിലും അങ്കമാലിയിലും കുന്നത്തുനാട്ടിലും ഒക്കെ ഉള്ള പാട്ടവസ്തുക്കളെ ഇത് അന്തരിച്ച മൂസ സേട്ടുവിന്റെ വക വസ്തുക്കളായി ചിത്രീകരിച്ചുകൊണ്ട് ഒരു ഭാഗപത്രം ഉണ്ടാക്കുക. അതിൽ മൈനറായ ആമിനയ്ക്ക് വേണ്ടിയിട്ട് അവരുടെ ലീഗൽ ഗാർഡിയൻ എന്ന കള്ള അവകാശവാദത്തോടു കൂടി സിദ്ദിഖ് സേട്ടു ആ ഭാഗപത്രത്തിൽ കക്ഷി ചേരുക. ഇതായിരുന്നു അവർ മനസ്സിൽ കണ്ട ആദ്യ നടപടി. നാം ഓർക്കണം, ഈ ആമിനയുടെ ലീഗൽ ഗാർഡിയൻഷിപ്പുമായി ബന്ധപ്പെട്ട് ഈ ഈസ സേട്ടു കൊടുത്തിരുന്ന കേസിൽ ഏപ്പട്ടിയായി ഈ മൂസ സേട്ടുവിന്റെ വസ്തുക്കൾ എന്തൊക്കെ ആയിരുന്നു എന്ന് രേഖപ്പെടുത്തിയിരുന്നു. അതിൽ ഈ പറയുന്ന വസ്തുക്കൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം അതൊക്കെ പാട്ടവസ്തുക്കൾ മാത്രം ആയിരുന്നതിനാൽ ആണ് അത്തരത്തിൽ കോടതി മുമ്പാകെ ഈ വസ്തുക്കൾ മൂസ സേട്ടുവിൻ്റെതാണ് എന്ന് പറയാതിരുന്നത്. എന്നാൽ ഇവിടെ പ്ലാൻ ചെയ്തത് അതേ വസ്തുക്കളെ മൂസ സേട്ടുവിന്റെ വസ്തുക്കൾ ആണെന്നും അവയെ ഈ ആമിനെയും ഈ മരിച്ചുപോയ മൂസ സേട്ടുവിന്റെ 4 സഹോദരന്മാരും കൂടി ചേർന്ന് ഭാഗം വയ്ക്കുന്നു എന്നുള്ള ഒരു രീതിയിൽ ആയിരുന്നു ഈ ഭാഗപത്രം എഴുതാൻ അവർ ആലോചിച്ചത്. നാം ഓർക്കണം, അവർക്ക് വ്യക്തമായ ലക്ഷ്യമുണ്ടായിരുന്നു. ഈ 4 സഹോദരിമാർ പോലും ഇങ്ങനെ ഒരു ഭാഗപത്രം എഴുതുന്നത് അറിയാൻ പാടില്ല എന്ന്. തുടർന്ന് അവർ ഒരു ദിവസം നിശ്ചയിക്കുന്നു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും വെറും 16 ദിവസം മുമ്പ് 1947 കർക്കിടക മാസം 12-ാം തീയതിയായിരുന്നു അതിനുവേണ്ടി തിരഞ്ഞെടുത്തിരുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ 4 സഹോദരിമാർ ആണ് മൂസയ്ക്ക് ഉണ്ടായിരുന്നത്. അതിലൊരാൾ ഡിണ്ടിഗലിൽ ആയിരുന്നു, തമിഴ്നാട്ടിലെ ഡിണ്ടിഗലിൽ. ബാക്കി 3 സഹോദരിമാരും എറണാകുളത്ത് തന്നെ ആയിരുന്നു താമസം. അന്ന് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഭാഗപത്രത്തിൽ ഈ 4 സഹോദരിമാരിൽ ഒരാൾ പോലും എറണാകുളത്ത് തന്നെ ആയിരുന്നു താമസം എങ്കിലും 3 പേർ, അതിൽ ഒരാൾ പോലും വന്നിട്ട് വ്യക്തിപരമായി ആ പ്രമാണത്തിൽ ഒപ്പിട്ടിട്ടില്ല എന്നുള്ളത് വളരെ വളരെ ദുരൂഹമായ ഒരു കാര്യമാണ്. ഈ 4 സഹോദരിമാർക്കും വേണ്ടി അവരുടെ ഏജന്റുമാർ എന്നുള്ള രീതിയിൽ മറ്റുള്ളവരെ കൊണ്ടാണ് ഒപ്പിടിച്ചിരിക്കുന്നത്. നാം ഓർക്കണം, ഏകദേശം 1000-ഓളം ഏക്കർ വരുന്ന വസ്തുക്കളെ സംബന്ധിച്ച ഭാഗപത്രത്തിലാണ് ഈ 4 സഹോദരിമാരും ഏജന്റുമാരെ കൊണ്ട് ഒപ്പിടിച്ചത് എന്ന് നാം പ്രത്യേകം ഓർമ്മിക്കണം. പിന്നെ ഈ കുട്ടിക്ക് വേണ്ടി അതിൽ കക്ഷിയായ ഈ സിദ്ദിഖ് സേട്ടു ആണ് ഈ മറിയം ഭായിക്ക് വേണ്ടി ഒപ്പിട്ട ആളിനെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഒരാൾക്ക് ഒരു പ്രമാണത്തിൽ കക്ഷിയായും സാക്ഷിയായും ഒപ്പിടാൻ സാധിക്കുക എന്നുള്ളതും വളരെ വിചിത്രമായ ഒരു കാര്യമാണ്. അങ്ങനെയാണ് 1947 കർക്കിടക മാസം 12-ാം തീയതി
70ാം നമ്പറായിട്ട് ഒരു ഭാഗപത്രം ഇടപ്പള്ളി SROയിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഇവിടെ ഏറ്റവും പ്രസ്താവ്യമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ആമിനയുടെ ലീഗൽ ഗാർഡിയനെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ, ഈസ സേട്ടുവിനെ നിയമിക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട ആ കേസിൽ ഒരു ഇൻജങ്ഷൻ ഓർഡർ ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആമിന എന്ന് പറയുന്ന മൈനറായ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും വസ്തുക്കളിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള പക്ഷം കോടതിയുടെ മുൻകൂർ അനുമതിയോടുകൂടി മാത്രമേ അത്തരത്തിലുള്ള കരണങ്ങളിൽ ഏർപ്പെടാവൂ എന്നുള്ള ഒരു ഇൻജങ്ഷൻ ഓർഡർ ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചിട്ട് ഈ ഭാഗവതത്തിൽ പറയുന്നേയില്ല. സിദ്ദിഖ് സേട്ടുവിന് അങ്ങനെ ഒപ്പിടാൻ സാധ്യമല്ല, അദ്ദേഹം ഈ ലീഗൽ ഗാർഡിയൻ ആയിരുന്നില്ല. എന്നിരുന്നാലും അവിടെ ഒരു കോടതിയുടെ നിരോധനാജ്ഞ നിലനിന്നിരുന്നു എന്നുള്ള കാര്യം നാം പ്രത്യേകം ശ്രദ്ധിക്കണം. സംഗതികൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ആ ഭാഗപത്രത്തിൽ പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. 1947 കർക്കിടക മാസം 12-ാം തീയതി മൂസ സേട്ടു മകൾ മൈനർ 8 വയസ്സായ ആമിന ബായിക്ക് വേണ്ടി അഞ്ചിക്കൈമൽ ഡിസ്ട്രിക്ട് കോർട്ട് 1120 ഗാർഡിയൻ പലവക 9-ാം നമ്പറിൽ നിയമിക്കപ്പെട്ട രക്ഷാകർത്താവ് ഹാഷം സേട്ടു മകൻ 40 വയസ്സുള്ള മുഹമ്മദ് സിദ്ദിഖ് സേട്ടുവും, അതായത് ആമിനയുമായി യാതൊരു വിധത്തിലുമുള്ള ബന്ധം ഇല്ലാത്ത ഒരു വ്യക്തി ആ ഭാഗപത്രത്തിൽ ആമിനയെ റെപ്രസെന്റ് ചെയ്യുന്നു. അദ്ദേഹമാണ് അവളുടെ ലീഗൽ ഗാർഡിയൻ എന്ന തെറ്റായ ഒരു അവകാശവാദം ആ ഭാഗപത്രത്തിൽ ഉന്നയിക്കുന്നു. അതൊക്കെ പോകട്ടെ, ഏറ്റവും വിചിത്രമായ കാര്യം എന്ന് പറയുന്നത് ഈ അഥവാ ആ വസ്തുക്കൾ മൂസ സേട്ടുവിൻ്റെത് ആയിരുന്നു എന്ന് തന്നെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ മൈനറായ ആമിനയ്ക്ക് അദ്ദേഹത്തിന്റെ സ്വത്തുക്കളിൽ പകുതി കിട്ടാനുള്ള യോഗ്യത അല്ലെങ്കിൽ അവകാശം ഉണ്ടായിരുന്നു. എന്നാൽ വിചിത്രം എന്ന് പറയട്ടെ, ഈ ഭാഗവതത്തിൽ ആ കുട്ടിയുടെ പേരിൽ 1 സെന്റ് വസ്തു പോലും നീക്കിവച്ചില്ല. എന്താണ് കാരണം? അഥവാ അങ്ങനെ നീക്കി വെച്ചു കഴിഞ്ഞാൽ അവൾ വീണ്ടും മൈനറാണല്ലോ, അതിനെ പിന്നെ മാറ്റി കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ അവളുടെ പേരിൽ വീണ്ടും ഒരു വ്യാജമായ ആധാരം ചമയ്ക്കണം. അപ്പോൾ അതിനേക്കാളും എളുപ്പമല്ലേ അവൾക്ക് ഒന്നും കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ആ പ്രശ്നവും പരിഹരിക്കപ്പെടും, ഒരു കള്ള ആധാരം കൂടി എഴുതേണ്ടി വരുന്ന അവസ്ഥയിൽ നിന്നും രക്ഷപ്പെടുകയും ചെയ്യാം. അടുത്ത വിചിത്രമായ കാര്യം എന്ന് പറയുന്നത് 4 സഹോദരിമാർ ഉണ്ടെന്ന് പറയുന്നതിൽ 2 പേർക്ക് ഒന്നും തന്നെ കൊടുക്കുന്നില്ല. 2 പേർക്ക് മാത്രമാണ് എയും ബിയും അല്ല ആ അങ്ങനെയായിരുന്നു അന്നത്തെ പട്ടികകൾ. ആയും പട്ടികയായി തിരിച്ചിട്ട് വസ്തുക്കൾ കൊടുക്കുന്നത് 2 പേർക്ക് മാത്രം ആയിരുന്നു, അതായത് ജിംബു ഭായിക്കും ഫാത്തുമ ഭായിക്കും. അപ്പോൾ ഇപ്രകാരം വളരെ വിചിത്രമായ രീതിയിൽ എഴുതപ്പെട്ട ലോകത്തിലെ തന്നെ ആദ്യത്തെ ഒരു ഭാഗപത്രം ആയിരിക്കും ഈ 1947 കർക്കിടക മാസം 12-ാം തീയതി സിദ്ദിഖ് സേട്ടു അവിടുത്തെ സബ് രജിസ്ട്രാറായിരുന്ന അരുണാചലം പിള്ളയുമായി ചേർന്നുകൊണ്ട് ഗൂഢാലോചന നടത്തിക്കൊണ്ട് എഴുതപ്പെട്ട 70-ാം നമ്പർ ഭാഗപത്രം. ഇവിടെ നാം മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മൂസ സേട്ടു മരിച്ചതിന് ശേഷം ഈ സഹോദരിമാർക്കും അദ്ദേഹത്തിന്റെ അവകാശം കിട്ടണമല്ലോ. അപ്പോൾ അതിനെ സംബന്ധിച്ച് ഈ സഹോദരിമാർ തമ്മിൽ അഞ്ചിക്കൈമാൽ കോടതിയിൽ ഒരു കേസ് നടന്നിരുന്നു. അത് കോടതി ഇടപെട്ട് ഈ വസ്തുക്കൾ പാർട്ടീഷൻ ചെയ്ത് നൽകണം എന്നായിരുന്നു ആ കേസിലെ ആവശ്യം. എന്നാൽ ആ കേസ് നടന്നു വരവേ തന്നെ അതിലെ കക്ഷികൾ തമ്മിൽ കോടതിക്ക് പുറത്തു വച്ചിട്ട് ഒരു സന്ധിയിൽ ഏർപ്പെടുകയും ആ കേസ് പിൻവലിക്കപ്പെടുകയും അതനുസരിച്ചിട്ട് കോടതി അത് ഡിസ്പോസ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഈ ഭാഗപത്രത്തിൽ അതിനെക്കുറിച്ചിട്ട് സിദ്ദിഖ് സേട്ടു പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കാണാം. ഇപ്പോൾ അഞ്ചിക്കൈമൽ കോടതിയിൽ 1122 52-ാം നമ്പർ റിസീവറുടെ നിലയിൽ കൈവശം വരുന്നതും ആകുന്നു. അതായത് ആ കേസിൽ സിദ്ദിഖ് സേട്ടുവിനെ റിസീവറായി നിയമിച്ചിരുന്നു എന്നാണ് ഇദ്ദേഹത്തിന്റെ അവിടുത്തെ അവകാശവാദം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ കേസിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ അതൊരു പാർട്ടീഷൻ സൂട്ട് ആയിരുന്നു. അതിൽ ഈ സിദ്ദിഖ് സേട്ടുവിനെ ഒരിക്കലും ഒരു റിസീവറായി നിയമിച്ചിരുന്നില്ല. മറ്റൊരു ആംഗിളിൽ നോക്കുകയാണെങ്കിൽ ഈ ആമിനയുടെ ലീഗൽ ഗാർഡിയനാണ് താനെന്നല്ലേ സിദ്ദിഖ് സേട്ടു പറയുന്നത് മറ്റൊരു കേസിൽ. അപ്പോൾ അങ്ങനെയുള്ള ഒരാളെ എങ്ങനെയാണ് അതേ വസ്തുവിനെ സംബന്ധിച്ച് റിസീവറായി നിയമിക്കുക? അപ്പോൾ അയാൾ ആദ്യമായിട്ട് ആമിനയുടെ ലോക്കൽ ഗാർഡിയൻ ആകുന്നു.
അതിനുശേഷം സത്താർ സേട്ടുവിന് കിട്ടിയ എല്ലാ വസ്തുക്കളും ഈ മൂസ സേട്ടുവിൻ്റെതായി ചിത്രീകരിക്കുന്നു. അതിനെയൊക്കെ ഒരു ഭാഗപത്രത്തിലൂടെ വീതം വയ്ക്കുന്നു എന്ന ഒരു ധാരണ അവിടെ ഉണ്ടാക്കുന്നു. അതിനുശേഷം അദ്ദേഹത്തിന്റെ സഹോദരിമാരായിരുന്ന 4 പേരെയും അക്കാര്യങ്ങളൊന്നും തന്നെ അറിയിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ കൂട്ടുകാരെ കൊണ്ടോ വ്യാജമായി അവർക്ക് വേണ്ടി ഒപ്പിടിയിക്കുന്നു. അദ്ദേഹം തന്നെ അത് സാക്ഷ്യപ്പെടുത്തുന്നു. അങ്ങനെ സർക്കാരിലേക്ക് തിരിച്ചു പോകേണ്ടിയിരുന്ന ഏകദേശം 1000-ഓളം ഏക്കർ വസ്തു ഒരൊറ്റ സ്ട്രോക്കിൽ അദ്ദേഹം തൽക്കാലത്തേക്ക് ഈ 2 സഹോദരിമാരുടെ പേരിൽ മാത്രമായിട്ട് ഭാഗം ചെയ്ത് വ്യാജ പ്രമാണം ഉണ്ടാക്കുന്നു. അത് ആ സഹോദരിമാർ പോലും അറിഞ്ഞിരുന്നില്ല. മറ്റൊരു കാര്യം നാം നോക്കേണ്ടത്, ഇതിൽ മേജർ ഭാഗവും ഒരു കക്ഷിക്കാണ് കൊടുത്തിരിക്കുന്നത്, ജിംബു ഭായി. നാം ഇവിടെ ആലോചിക്കുന്ന മറ്റൊരു കാര്യം, ഈ സിദ്ദിഖ് സേട്ടുവിന്റെ ഭാര്യയുടെ പേരും ജിംബു ഭായി ആയിരുന്നു. 2 പേരുണ്ടായിരുന്നു എന്നുള്ള സത്യം തന്നെയാണ്, 2 ജിംബു ഭായിമാർ ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിദ്ദിഖ് സേട്ടുവിന്റെ ഭാര്യയുടെ പേരും ജിംബു ഭായി ആയിരുന്നു. അപ്പോൾ എവിടെ എന്ത് സംഭവിച്ചു? ഒരു ജിംബു ഭായിയുടെ പേരിലാണ് ഈ 1000-ഓളം ഏക്കർ വസ്തുവിൽ സിംഹഭാഗവും കൊടുത്തിരിക്കുന്നത്. അടുത്ത ആളിന് വന്നിട്ട് ഏകദേശം ഒരു 4-5 ഏക്കർ വസ്തു മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നുള്ള കാര്യം കൂടി നാം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ മുൻപത്തെ ചരിത്രം 2 ഭാഗങ്ങളിലായി എനിക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. കാരണം ഇനിയും വളരെയേറെ വിചിത്രമായ കാര്യങ്ങൾ ഇതിൽ നടന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഈ ഫറൂഖ് കോളേജിന് 1950-ൽ സിദ്ദിഖ് സേട്ടു വഖഫ് ഉണ്ടാക്കി എന്ന് പറയുന്നുണ്ടല്ലോ. തൻ്റെ ആത്മാവിന് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിൽ വഖഫ് ഉണ്ടാക്കിയതെന്നാണ് ഇപ്പോൾ വഖഫ് ബോർഡും വഖഫ് സംരക്ഷണ വേദിയും മറ്റ് പല മുസ്ലിം സംഘടനകളും ഒക്കെ അവകാശവാദം ഉന്നയിക്കുന്നത്. എന്നാൽ എനിക്ക് അവരോട് പറയാനുള്ള ഒരു കാര്യം, ഈ ഫറൂഖ് കോളേജിന് വസ്തു കൊടുത്തതിന് ശേഷം വീണ്ടും ഈ സിദ്ദിഖ് സേട്ടു അതേ മുനമ്പത്തെ വസ്തുവെ മറ്റു പലർക്കും വിറ്റു എന്നുള്ള വളരെ വിചിത്രമായ ഒരു കഥ കൂടി പിന്നാലെ വരുന്നുണ്ട്. അതോടുകൂടി ഞാൻ ഈ മുൻപത്തെ ചരിത്രം അവസാനിപ്പിക്കുന്നതാണ്. നിങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത്, ഞാൻ ഇത് ചെയ്യുന്നത് എന്തെങ്കിലും പ്രത്യുപകാരം കിട്ടും എന്നുള്ളതിൽ അല്ല. എന്നാൽ കഴിയും വിധം ഈ മുൻപത്തെ ജനത്തെ അവരുടെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടാൻ സഹായിക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. അത് എന്നെ കൊണ്ട് തീർച്ചയായിട്ടും സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ 100% വിശ്വാസം. പക്ഷേ കുറച്ചുകൂടി സമയം എടുക്കും. എങ്കിൽ തന്നെയും ഈ യഥാർത്ഥമായ വസ്തുതകൾ കേരളത്തിലെ ഓരോ വ്യക്തിയും മനസ്സിലാക്കി ഇരിക്കേണ്ട ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഇതൊക്കെ പഠിക്കുന്നതും ഇത് ജനങ്ങളെ അറിയിക്കുന്നതും. അപ്പോൾ കഴിഞ്ഞ വീഡിയോ 7000-ൽ താഴെ ആൾക്കാർ മാത്രമേ കണ്ടുള്ളൂ. അതെന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും മുൻപത്തെ ചരിത്രം അറിഞ്ഞിരിക്കണം. മുൻപത്തെ ജനത പ്രത്യേകം അറിയണം. കാരണം അവർ അവരുടെ വരും തലമുറയോട്, അവരോട് ഈ വഖഫിന്റെ ആൾക്കാർ ചെയ്ത ദ്രോഹങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. അതിനാൽ നിങ്ങൾ ഒക്കെ ഈ വീഡിയോ പൂർണ്ണമായും കാണണമെന്നും അത് മറ്റുള്ളവരിലേക്ക് മാക്സിമം ഷെയർ ചെയ്യണമെന്നും ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാരണം എങ്കിൽ മാത്രമേ ഒരു ജനകീയ പ്രതിരോധം മുൻപത്തിന് വേണ്ടി ഇവിടുത്തെ കോൺഗ്രസിന്റെയും CPM-ന്റെയും BJP-യുടെയും മുന്നിൽ ഉയർത്താൻ സാധിക്കൂ. കാരണം അവരൊക്കെ ഇത് ടേക്കപ്പ് ചെയ്യണം. ഇതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്തണം. ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എൻ്റെ ലിമിറ്റേഷൻസിന് അകത്ത് സാധ്യമായ എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട്, ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് പരിപൂർണമായ വിശ്വാസമുണ്ട്. അതിനാൽ എൻ്റെ ഈ ദൗത്യത്തിൽ നിങ്ങൾ കൂടി സഹകരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയോടുകൂടി ഈ വീഡിയോ തൽക്കാലം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ഒരു വീഡിയോയോടുകൂടി ഞാൻ മുൻപത്തെ ചരിത്രം അവസാനിപ്പിക്കും. വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.